ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു ക്ലാസ്സിനെ കുറിച്ച് സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് വന്നിട്ടുള്ളത്. എല്ലാവരും അഭിപ്രായം എഴുതിയിട്ട് ഇല്ല, കണ്ട എല്ലാവരും അഭിപ്രായം എഴുതിയിട്ടില്ല, അതൊരു സത്യമാണ്. ഇന്ന് വീണ്ടും ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. കറണ്ട് അഫയേഴ്സിൻ്റെ ഡിസ്കഷൻ തന്നെയാണ് ഇന്ന് നടക്കുന്നത്. ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ നമ്മൾ പഴയതിലോട്ട് ചിലപ്പോൾ പോയേക്കാം, ഇല്ലേ? ശരി, അപ്പോൾ ഇനി കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. എൻ്റെ വലതു ഭാഗത്ത് സൂരജുണ്ട്, ഐശ്വര്യമുണ്ട്, സൂരജ് ക്യാമറ കൈകാര്യം ചെയ്യുന്ന സൂരജുണ്ട്. അങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. ശരി, ഒരു ക്വസ്റ്റ്യനോട് കൂടി തന്നെ കറണ്ട് അഫയേഴ്സ് തുടങ്ങാം. ഈ ഇടയ്ക്ക് PSC പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സുരേഷ് ഗോപിയെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, സുരേഷ് ഗോപിയാണ് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട BJPയുടെ പ്രതിനിധി. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട BJPയുടെ പ്രതിനിധിയാണ് സുരേഷ് ഗോപി. ശരിയോ തെറ്റോ? പിന്നെ ഉത്തരം പറഞ്ഞാൽ മതി. 2, സുരേഷ് ഗോപി ആദ്യമായിട്ടാണ് പാർലമെൻറ്റ് അംഗമാകുന്നത്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് കേന്ദ്ര മന്ത്രിസഭയെക്കുറിച്ചും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെക്കുറിച്ചും ഉള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ സൂരജിൻ്റെ അഭിപ്രായം എന്താണ്? സുരേഷ് ഗോപിയാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ BJP പ്രതിനിധി എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം പഞ്ചായത്തുകൾ നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം, അതുപോലെ നിയമസഭ പരിഗണിക്കാം. നിയമസഭ പരിഗണിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട BJP പ്രതിനിധി എന്ന് പറയുന്നത് ഒരു MLA ആണ്, O രാജഗോപാൽ, നിയമമണ്ഡലത്തിൽ നിന്ന്. അപ്പോൾ ആ ക്വസ്റ്റ്യനകത്ത് പാർലമെന്റിലേക്ക് എന്ന് പറഞ്ഞിട്ടില്ല, ഒരു അവ്യക്തതയുണ്ട്. ശരി, അതുകൊണ്ട് തന്നെ ലോകസഭയിലേക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ലോകസഭയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ BJP MP ആരായിരുന്നു ചോദിച്ചാൽ അത് സുരേഷ് ഗോപി തന്നെയാണ്. 18ാം ലോകസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നാണ് സുരേഷ് ഗോപി വിജയിക്കുകയും പിന്നീട് അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു. പിന്നെ രണ്ടാമതിലുണ്ടായിരുന്ന ഒരു പ്രസ്താവനയായിരുന്നു പാർലമെന്റിലേക്ക് സുരേഷ് ഗോപി ആദ്യമായിട്ടാണ് പോകുന്നത്. ആ പ്രസ്താവന തെറ്റാണ്. കാരണം 2016-22 കാലയളവിൽ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. 12 പേരിൽ ഒരാളാണ് സുരേഷ് ഗോപി. കലാ, കായികം, സ്പോർട്സ് ഈ മേഖലയിൽ നിന്നാണ് പ്രസിഡന്റ് 12 പേരെ നോമിനേറ്റ് ചെയ്യുക. അതിൽ നിന്ന് സിനിമാ മേഖലയിൽ നിന്ന് എത്തിയ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അങ്ങനെ രാജ്യസഭ അംഗമായിരുന്നു സുരേഷ് ഗോപി. അതുകൊണ്ട് ആദ്യമായിട്ടല്ല സുരേഷ് ഗോപി പാർലമെന്റ് അംഗം ഇപ്പോൾ പാർലമെന്റ് അംഗമാകുന്നത്. ആദ്യം അംഗമായത് രാജ്യസഭയിലാണ്, രണ്ടാമത് അംഗമായത് ലോകസഭയിൽ. എവിടെ നിന്നാണ് മത്സരിച്ച്? തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. നമുക്ക് 2 മന്ത്രിമാരാണ് കേന്ദ്രത്തിലുള്ള സഹമന്ത്രിമാരാണ്. അവരുടെ ഉത്സാഹം കൊണ്ട് വയനാട്ടൊക്കെ ധാരാളം ആനുകൂല്യങ്ങൾ കിട്ടാൻ പോകുന്നു എന്നുള്ളത് സത്യമാണ്. ധാരാളം ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടിയേക്കാം. അവർ അത്രയും മാത്രം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഐശ്വര്യ, ഒരു പ്രശ്നം, നമ്മൾ ഈ മന്ത്രിമാരെ കുറിച്ച് ചിലത് സംസാരിക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. ചിലപ്പോൾ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് വേണ്ടേ? ഫ്ലാഷ് ബാക്ക് കൂടെ ഒന്നുമില്ലാതെ ഇല്ലേ? അത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കാം. ഐശ്വര്യയുടെ അടുത്ത് ചോദിക്കാം. ഐശ്വര്യ, ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് മിഷന് പങ്കുണ്ട്. ഇവിടെ കുറിച്ച് വയ്ക്കുക, ക്യാബിനറ്റ് മിഷന് പങ്കുണ്ട്. 2, ക്യാബിനറ്റ് മിഷനും ബാൾക്കൻ പ്ലാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബാൾക്കൻ പ്ലാനിന് പകരം പറയുന്ന 2 പദ്ധതികൾ ഏതൊക്കെയാണ്? ഡിഗി ബേഡ്, DICKIE, ഡിഗി ബേഡ് പ്ലാൻ, അല്ലെങ്കിൽ ഇസ്മേ പ്ലാൻ എന്ന് പറഞ്ഞാൽ തോന്നാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുകയാണ്, നിങ്ങൾ തന്നെ മറുപടി പറയണം. നിങ്ങൾ ഈ മറുപടി പറയുമ്പോൾ എനിക്ക് ഒരു വലിയ ആവേശമുണ്ട്. എന്താണെന്നറിയാം, നമ്മളിത് ക്ലാസ്സിൽ ഞാൻ നേരിട്ട് നിങ്ങളെടുത്ത് സംസാരിച്ചിട്ടുള്ളതാണ്, സത്യമല്ലേ? കാരണം നമ്മൾ നേരിട്ട് ക്ലാസ്സിലിരുന്ന് നിങ്ങൾ അവിടെ ഒരു കുട്ടികളെ പോലെ ഇരുന്ന് നിശബ്ദമായിരുന്ന് കേട്ടതാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ നേരത്തെ പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ, ഒന്നും പ്രതിഫലം വേണ്ടെനിക്കുക, മഞ്ജു മന്ദസ്മിതം കണ്ട് കൺകുളിർത്താൻ മതി. സത്യമതാണ്. കാരണം നമ്മളുടെ പിൻഗാമികളായി വരാൻ പോകുന്നവർ നമ്മളെക്കാളും വിദഗ്ധർ. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു ആര്? പ്ലേറ്റോയുടെ ശിഷ്യൻ അരിസ്റ്റോട്ടലിന്റെ ശിഷ്യൻ അലക്സാണ്ടർ. ആ ശ്രേണി ശരിയല്ലേ? നമ്മളിപ്പോൾ അത്ര വലിയ ശ്രേണിയൊന്നും അല്ലെങ്കിലും നമ്മൾ കൊച്ചു മനുഷ്യരും ചെറിയ ഈ പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരാണ്, ശരിയല്ലേ? ഇനി അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, 1ാം ഇടക്കാല ഗവൺമെൻറ്, അതിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ആകെ മന്ത്രിമാർ. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവൺമെൻറ്, പ്രധാനമന്ത്രി, ആകെ മന്ത്രിമാർ. 18ാം ലോകസഭയിലെ മന്ത്രിമാരുടെ എണ്ണം
അപ്പോൾ നിങ്ങൾ മന്ത്രിമാരുടെ എണ്ണം നിശ്ചയിക്കുന്ന ഭരണഘടനാ ഭേദഗതി പറഞ്ഞിരിക്കണം. വേണോ വേണ്ടേ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം. പിന്നീട് ഞാൻ ഇനിയിപ്പോൾ എല്ലാം കൂടെ പറയാൻ നിൽക്കുന്നില്ല, അല്ല എല്ലാം കൂടെ ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾ തന്നെ സംസാരിക്കണം, എനിക്കിത് കേൾക്കുക. പിന്നീട് സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ കുറിച്ച് വെച്ചേക്കണം. സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ, ആ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതെല്ലാം? കേന്ദ്രമന്ത്രിയാണ്. ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാരാരല്ല? ഇനി നമുക്ക് മന്ത്രിമാരെ പഠിച്ചു പറ്റുള്ളൂ. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ഈ മന്ത്രിമാരെ എല്ലാം കൂടെ ഇന്നിപ്പോൾ ഇരുന്ന് പഠിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് കുറേശ്ശെ റിപ്പീറ്റ് ചെയ്ത് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം. നമ്മളെ ഈ ക്ലാസ് കാണുന്ന ഒരു കൂലി വിലയ്ക്ക് പോകുന്നവരാണ് കുറേ പേര് അടുക്കളയിൽ നിന്ന് ഇത് പാചകം ചെയ്യുകയും ക്ലാസ് കേൾക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവരെ നമുക്കൊന്ന് സഹായിക്കാം. വേണോ വേണ്ട? ശരി. ഈ ഒരു കാര്യം ഇടയ്ക്ക് ഞാൻ പറയുകയാണ്, ഈ റിസൾട്ടുകളെ കുറിച്ച് നിങ്ങൾ പലരും വിളിച്ച് പറയുന്നുണ്ട്. ചിലർ റിസൾട്ടുകൾ അറിഞ്ഞാൽ ഒരു അക്ഷരം മിണ്ടില്ല, ജോലി കിട്ടിയാൽ ഒരക്ഷരം മിണ്ടില്ല. അതൊക്കെ ഞങ്ങളൊന്ന് അറിയിച്ചാൽ ഞങ്ങൾക്കൊരു സന്തോഷകരമായ ഒരവസ്ഥയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കടക്കാനായിട്ട് ഐശ്വര്യ ക്ഷണിക്കട്ടെ. ഓക്കെ. നമ്മൾ ആദ്യം പറഞ്ഞത് ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷനുമായിട്ടുള്ള ബന്ധം, അതായത് മന്ത്രിസഭയ്ക്ക്. നമുക്കറിയാം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത് 1946-ലാണ്. ഈ ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഇപ്പൊ ക്യാബിനറ്റ് മിഷനിൽ ആകെ 3 അംഗങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്ന് ഹെക്ടിക് ലോറൻസ്, A.B. അലക്സാണ്ടർ, സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. അതിന്റെ നേതൃത്വം കൊടുത്തതാരാണ്? അത് ഹെക്ടിക് ലോറൻസ് ആണ്. ഈ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചതാരാണ്? ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലിയാണ്. ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ഇന്ത്യയുടെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലോർഡ് വേവലാണ്. ഇനി അപ്പോൾ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കറണ്ട് അഫയേഴ്സ് പറയാനാണ് വന്നത്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യൻ്റെയും കാര്യങ്ങൾ പറയാനാണ്. പക്ഷെ അതിന് ചെറിയൊരു പശ്ചാത്തലം നിങ്ങൾ ഉണ്ടാക്കുകയാണ്. ശരിയല്ല? ആദ്യം അതിൻ്റെ പശ്ചാത്തലം ഉണ്ടാക്കിയിട്ട് ആ വിഷയത്തിലേക്ക് കിടക്കുക. ശരി, ബാക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് ഒന്ന് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചതെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ശുപാർശ പ്രകാരമാണ് ഇടക്കാല ഗവൺമെന്റ്, ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുന്നതും ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എൻ്റെ മകൾ ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത്, മനസ്സിലായി? അപ്പോൾ ഈ ഭരണഘടനാ ദിനത്തിനോടനുബന്ധിച്ച് അവർക്ക് ഒരു ചോദ്യോത്തര പരിപാടി ചോദിച്ചു. അതിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാകിസ്ഥാൻ പിരിഞ്ഞു പോയതിന് ശേഷം എത്ര അംഗങ്ങളുണ്ടായി? 299 അംഗങ്ങൾ. 299. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇനി തുടരട്ടെ. നമ്മൾ പറഞ്ഞത് ഏതാണ്? ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചത് 1946 സെപ്റ്റംബർ 2-നാണ്. ഈ ഇടക്കാല ഗവൺമെന്റിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ലോർഡ് വേവലാണ്. എന്നാൽ വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ്. ആകെ 14 മന്ത്രിമാരായിരുന്നു ഏതില് ഇടക്കാല ഗവൺമെന്റിൽ ഉണ്ടായിരുന്നത്. ഈ ക്യാബിനറ്റ് മിഷന്റെ ശുപാർശകൾ രണ്ടെണ്ണം പറഞ്ഞു. ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയെ വിഭജിക്കുന്നതിന് അനുകൂലമായിരുന്നു പ്രതികൂലമായിരുന്നു? ഇന്ത്യയെ വിഭജിക്കുന്നതിൽ പ്രതികൂലമായിരുന്നു ക്യാബിനറ്റ് മിഷൻ. അതായത് വിഭജിക്കാൻ പാടില്ല എന്നാണ് ആവശ്യമില്ല, പാകിസ്ഥാന്റെ അത് അംഗീകരിച്ചു കൊടുക്കേണ്ടതില്ല, ഇതായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ അഭിപ്രായം. സൂരജ്, അങ്ങനെയാണെങ്കിൽ ഈ ക്യാബിനറ്റ് മിഷനും ബാൽക്കൻ പ്ലാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ ബാൽക്കൻ പ്ലാന്റെ മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? ക്യാബിനറ്റ് മിഷൻ പറഞ്ഞത് ഇന്ത്യയെ വിഭജിക്കേണ്ട എന്നാണ്. ഇന്ത്യ ഒറ്റ യൂണിയനായിട്ട് നിൽക്കാനായിരുന്നു അവരുടെ താല്പര്യം. ഒന്നെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ, അങ്ങനെയായിരുന്നു തീരുമാനം പറഞ്ഞത്. അതേസമയം ബാൽക്കൻ പ്ലാൻ അല്ലെങ്കിൽ ഇസ്മേ പ്ലാൻ അല്ലെങ്കിൽ ഡിക്കി പ്ലാൻ, DICKIE, ഡിക്കി ബേർഡ് പ്ലാൻ, ചെറിയൊരു പക്ഷിയാണ്. അതെ, ആ പക്ഷി തന്നെ നമുക്ക് പറയാം ഇന്ത്യയെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിക്കാനാണ് ഡിക്കി ബേർഡ് പ്ലാൻ വന്നത്. അതായത് അങ്ങനെ നാട്ടുരാജ്യങ്ങൾക്കോ പ്രദേശങ്ങൾക്കോ സ്വതന്ത്രമായി നിൽക്കാം. പിന്നെ അവിടെ വോട്ടെടുപ്പ് നടത്തി വേണമെങ്കിൽ ഇന്ത്യയെ ചേരുകയോ പാകിസ്ഥാനിൽ ചേരുകയോ ചെയ്യാം, ഇല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടൊക്കെ നിൽക്കാം. ബ്രിട്ടീഷുകാരുടെ അടവാണത്. ഇങ്ങനെയാണെങ്കിൽ പിന്നെയും അവരുടെ അധികാരം ഇവിടെ നിലനിർത്താൻ പറ്റും. അതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോൾ ബാൽക്കൻ പ്ലാൻ കൊണ്ടുവന്നത് ആരാണെന്നാണ് പരീക്ഷയ്ക്ക് ഇപ്പോൾ ചോദിച്ചത്. ആരാണ്? മൗണ്ട് ബാറ്റൻ, ലൂയി മൗണ്ട് ബാറ്റൻ. മൗണ്ട് ബാറ്റനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാമോ?
ലോർഡ് വേവലിന് ശേഷം വന്ന വൈസ്രോയിയാണ് വൈസ്രോയാണ് മൗണ്ട് ബാറ്റൺ. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആയിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റൺ. അതേസമയം സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ ഗവർണർ ജനറലും ലോർഡ് മൗണ്ട് ബാറ്റൺ ആയിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു കപ്പലപകടത്തിൽ മരിച്ചു. അതിനുശേഷം ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ഇന്ത്യയിലെ ഒരു റിപ്പബ്ലിക് ദിനത്തിൽ അതിഥിയായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഒരു കപ്പലിനകത്തൊരു ബോംബ് പൊട്ടി അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. ശരി, അപ്പൊ ബാക്കി ഭാഗത്തേക്ക് കടന്നാൽ എന്താ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ കറണ്ട് അഫയേഴ്സിലേക്കുള്ള ഗ്രൗണ്ട് ശരിയാക്കി. ഇനി ഐശ്വര്യ, സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന വകുപ്പും സുരേഷ് ഗോപിയുടെ ക്യാബിനറ്റ് മന്ത്രിമാർ ആരൊക്കെയാണ്? മന്ത്രിമാർ എത്ര പേരാകാം എന്നുള്ള മുന്നിൽ തുടങ്ങും. 18ാം ലോകസഭ മുതൽ ഇത് 18ാം ലോകസഭയാണ്. ഇപ്പൊ നിലവിലുള്ളത് 18ാം ലോകസഭയാണ്. ഈ 18ാം ലോകസഭയിൽ അല്ലെങ്കിൽ മന്ത്രിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഭരണഘടനാ ഭേദഗതി ഉണ്ട്. അത് 91ാം ഭരണഘടനാ ഭേദഗതി 2003 ആണ്. അതെന്താണെന്ന് വെച്ചാൽ ലോകസഭയിലും നിയമസഭയിലെയും സാമാജികരുടെ എണ്ണത്തിന്റെ 15% മാത്രമേ കേന്ദ്ര മന്ത്രിസഭ ആകാവൂ. മന്ത്രിമാരുടെ എണ്ണം ആകാവൂ. അപ്പൊ അതായത് ഏതാണ് കേന്ദ്രമന്ത്രിമാരുടെ എണ്ണം, പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരുടെ എണ്ണം. 91ാം ഭരണഘടനാ ഭേദഗതി 2003 പറയുന്നത് മന്ത്രിമാരുടെ എണ്ണം ലോകസഭയുടെയും നിയമസഭയുടെയും അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. ഈ 15% പ്രധാനമന്ത്രിയും പെടും. മനസ്സിലായല്ലോ? ഇതായിരുന്നു പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ആ കൂറുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയേണ്ടതാണ്. അത് നമുക്ക് പിന്നെ പറയാം. ശരി, ഇനി അടുത്തത് സുരേഷ് ഗോപിയെ കുറിച്ചാണ് പറയേണ്ടത്. അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. ഈ പിന്നീട് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, കഴിഞ്ഞ 18ാം ലോക്സഭാ ഇലക്ഷൻ എത്ര സ്റ്റേജായിട്ടാണ് നടത്തിയത്? 7 ഘട്ടങ്ങളായിട്ടാണ് നടത്തിയത്. ഇനി സുരേഷ് ഗോപി. നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്നത് കേന്ദ്രത്തിലെ സഹമന്ത്രിയാണ്. കേന്ദ്ര സഹമന്ത്രി. കേന്ദ്രത്തിൽ എത്ര തരം മന്ത്രിമാരുണ്ട്? 3 തരം മന്ത്രിമാരുണ്ട്. നിലവിൽ ഇപ്പൊ പറയുന്നത് ക്യാബിനറ്റ് മന്ത്രി, ക്യാബിനറ്റ് സഹമന്ത്രി, ഒരിക്കൽ കൂടെ ക്യാബിനറ്റ് മന്ത്രി, സഹമന്ത്രി, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാര്, 3ാമത്തെ കാറ്റഗറി സഹമന്ത്രിമാർ. ഇങ്ങനെയാണ് 3 തരമായിട്ട് തിരിക്കുന്നത്. സുരേഷ് ഗോപി സഹമന്ത്രിയാണ്. പറയൂ ഐശ്വര്യ, ബാക്കി. സുരേഷ് ഗോപി സഹമന്ത്രിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ 3 എണ്ണമാണ്. ഒന്ന് പെട്രോളിയം. എല്ലാവരും എഴുതിയെടുത്തോളണം, നിർത്തി പറഞ്ഞു. സുരേഷ് ഗോപി എന്ന് ഹെഡിങ് എഴുതിയിട്ട് താഴോട്ട് ആരോ ഇട്ടിട്ട് അദ്ദേഹം സഹമന്ത്രിയാണ്. പെട്രോളിയം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? സുരേഷ് ഗോപിയാണ്. പെട്രോളിയം വകുപ്പിന്റെ സഹമന്ത്രി. ഏതോ ഒരു വലിയ മന്ത്രി ഉണ്ട് ക്യാബിനറ്റ്. അടുത്തത് ഒന്ന് പെട്രോളിയം, 2 പ്രകൃതിവാതകം, 3 ടൂറിസം. ഈ 3 വകുപ്പുകളുടെ സഹമന്ത്രിയാണ് ആര്? സുരേഷ് ഗോപി. ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 3 വകുപ്പുകളുടെയും ക്യാബിനറ്റ് മന്ത്രിയോട് പറയും. അപ്പൊ അതിലൊന്ന് പെട്രോളിയം ആണെന്ന് പറഞ്ഞു. അപ്പൊ പെട്രോളിയത്തിന്റെ ക്യാബിനറ്റ് മന്ത്രി എന്ന് പറയുന്നത് ഹർദീപ് സിംഗ് പുരിയാണ്. ഇത് ഓർമ്മിച്ച് വെക്കാൻ എന്തെങ്കിലും എളുപ്പമുണ്ടോ? പെട്രോളിയത്തിന്റെ പായം വെച്ചിട്ട് പുരി. പെട്രോളിയം പുരി. ശരി, സംഭവിച്ചു. അടുത്തത് പിന്നെ അതിലുള്ളത് ടൂറിസം ആണ്. ടൂറിസത്തിന്റെ ക്യാബിനറ്റ് മന്ത്രി പറയുന്നത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഈ ടൂറിസം ഡേക്കൊക്കെ ആനയെ മുന്നിൽ നിർത്തും അല്ലേ? ആനയ്ക്ക് വേറൊരു പേരുണ്ട്, എന്താണ്? ഗജവീരന്മാർ. അപ്പൊ ഗജേന്ദ്ര സിംഗ് വരുന്നത് ടൂറിസം, പുരി വരുന്നത് പെട്രോളിയം. ഇങ്ങനെയുണ്ട് എന്റെ ബുദ്ധി. എന്താ നല്ല ബുദ്ധി എന്ന് പറയണോ? നല്ല ബുദ്ധി, വളരെ സന്തോഷമായി. അടുത്തത് നമുക്ക് പിന്നീട് സൂരജിന് ചാൻസ് കൊടുത്താൽ എന്താ? കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നുള്ള വേറൊരു മന്ത്രിയാണ് ആര്? ജോർജ് കുര്യൻ. ഈ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി ആകുന്നതിന് മുമ്പ് വലിയൊരു സ്ഥാനം വഹിച്ചിട്ടുണ്ട്. അതാണെന്നറിയാം, ന്യൂനപക്ഷ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ, വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ന്യൂനപക്ഷ കമ്മീഷന്റെ ആക്ട് 1992 ശരി, പറയും. ഈ ന്യൂനപക്ഷ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. എന്നെ കാണാതെ പഠിച്ചു വെച്ചേക്കുന്നത് ഇക്ബാൽ സിംഗ് ലാൽപുര. ശരി, ഇനി നമുക്ക് ജോർജ് കുര്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം രാജ്യസഭയിൽ നിന്നുള്ള അംഗമാണ്. ഇനി രാജ്യസഭയിൽ നിന്ന് എവിടുത്തെ രാജ്യസഭ? മധ്യപ്രദേശിൽ നിന്നാണ് ജോർജ് കുര്യനെ രാജ്യസഭയിലേക്ക് ജോർജ് കുര്യനെ തെരഞ്ഞെടുത്തത് മധ്യപ്രദേശിലെ MLA-മാരാണ് അല്ലേ? അതെ, രാജ്യസഭയിലേക്ക്. അപ്പൊ മനസ്സിലായി, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? എവിടെ നിന്നാണ് രാജ്യസഭയിലേക്ക് വന്നതെന്ന് ചോദിക്കാം. മധ്യപ്രദേശ് എന്ന സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് രാജ്യസഭയിലേക്കാണ് ജോർജ് കുര്യനെ തെരഞ്ഞെടുത്തത് മന്ത്രിയായി. അപ്പൊ അത് രാജ്യസഭയിൽ ഇരിക്കണോ ലോകസഭയിൽ ഇരിക്കണോ? രണ്ടിടത്തും പോവാം. അതേസമയം സാധാരണ അംഗങ്ങൾക്ക് ഒരു MP ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്ത ഒരു MP ആണെങ്കിൽ അദ്ദേഹത്തിന് ലോക്സഭയിൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? പക്ഷെ മന്ത്രി എന്ന നിലയിൽ രണ്ടിടത്തും പോകാം. കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടിടത്തും പോവേണ്ടതുണ്ട്.
ഇനി അടുത്ത ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഫിഷറീസ്, ന്യൂനപക്ഷകാര്യം, പിന്നെ മൃഗസംരക്ഷണം. ഒന്നുകൂടെ പറയും. ഫിഷറീസ്, ന്യൂനപക്ഷക്ഷേമം, മൃഗസംരക്ഷണം. ഈ 3 വകുപ്പുകളാണ്. പിന്നെ ന്യൂനപക്ഷമാണ് ജോർജ് കുര്യൻ. പിന്നെ ഞാൻ ഇടയ്ക്ക് ഐശ്വര്യയുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഐശ്വര്യ, നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ആരൊക്കെയാണ്? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് മുസ്ലിം, ക്രിസ്ത്യൻ, പിന്നെ ബുദ്ധ, ജൈന, പിന്നെ സിഖുകാർ, പാഴ്സി. ഇവരാണ് ന്യൂനപക്ഷം. നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുമോ? ഐശ്വര്യ ഒന്നുകൂടെ പറയണോ? അവർക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ അല്ലേ? മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ജൈനമതം, ബുദ്ധമതം, പാഴ്സി മതം. ഇങ്ങനെ 6 വിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങളായി കണക്കാക്കുന്നത്. ശരിയല്ലേ? ശരി. അപ്പൊ ഇനി ബാക്കി വരട്ടെ. ഇനിയുള്ളത് നമ്മൾ ജോർജ് കുര്യനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അത് മാത്രം പോരാ, ജോർജ് കുര്യനെ പഠിക്കുമ്പോൾ അതിന്റെ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരെ കൂടെ പഠിക്കും. ഈ വകുപ്പുകൾ, ജോർജ് കുര്യന്റെ വകുപ്പുകൾ ഒന്നുകൂടെ പറയും. ഫിഷറീസ്, മൃഗസംരക്ഷണം, ന്യൂനപക്ഷകാര്യം. ഇനി ഫിഷറീസിന്റെ ഇന്ത്യയുടെ ക്യാബിനറ്റ് മന്ത്രി ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ്. രാജീവ് രഞ്ജൻ സിംഗിന് എന്തോ ഒരു വേറൊരു പേരോട് ലാലൻ സിംഗ്. അദ്ദേഹത്തെ പൊതുവെ അറിയപ്പെടുന്നത് തോന്നാണ് ലാലൻ സിംഗ് എന്നാണ്. രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ലാലൻ സിംഗ് എന്ന ഓപ്ഷനിൽ കാണും. ഫിഷറീസ്. അതുപോലെ പഞ്ചായത്ത് രാജ് കൈകാര്യം ചെയ്യുന്നതും രാജീവ് രഞ്ജൻ സിംഗ്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇപ്പോ സൂരജ് സംസാരിച്ചത്. പഞ്ചായത്ത് രാജ്. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? രാജീവ് രഞ്ജൻ സിംഗ്. അവിടെ സംശയം വരാമെന്നുള്ള ചോദ്യമാണ് ഗ്രാമവികസനം കൈകാര്യം ചെയ്യുന്നത് ശിവരാജ് സിംഗ് ചൗഹാനാണ്. ശിവരാജ് സിംഗ് ചൗഹാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യും. ഈ രാജീവ് രഞ്ജൻ സിംഗ് പഞ്ചായത്ത് മന്ത്രിയാണെന്ന് ഓർമ്മിച്ച് വെക്കാൻ ഒരു എളുപ്പ വഴി എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇപ്പൊ ഇവിടെ ഇൻസ്റ്റന്റ് ആയി പഞ്ചായത്ത് രാജീവ് രഞ്ജൻ സിംഗ്. നമ്മളെ ടൂറിസത്തിന് ഗജം, പുരി പെട്രോളിയം, എണ്ണ, ആ രീതിയിൽ. ശരിയല്ലേ? അതെ. ഇത് ജീവിക്കാനുള്ള തന്ത്രങ്ങളാണ്. മനസ്സിലായി. നമുക്ക് PhD എടുക്കാനല്ല, പിന്നെ എത്രയാണ് ഒരു ചെറിയ ജോലി കിട്ടണം, അച്ഛനും അമ്മയും ഒന്ന് സംരക്ഷിക്കണം, നമുക്ക് മാന്യമായി ജീവിച്ചു പോകണം, അല്ലേ? അതിനല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ. അല്ലാതെ ഒരു വലിയ ഭോഗങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മാക്സിമം ഒരു തൊഴിലെത്തിച്ചേരണം. നിങ്ങൾ എന്ത് കമ്മ്യൂണിറ്റിയിലുള്ളവരാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഒരു സത്യം ഞാൻ പറയാം, നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ, ഈഴവ മുസ്ലിംസ് ആണെങ്കിൽ നിങ്ങൾക്ക് 39 വയസ്സൊരു പരീക്ഷ എഴുതാം. ശരിയല്ലേ? അതേസമയം ഫോർവേഡ് കമ്മ്യൂണിറ്റിക്കാണെങ്കിൽ 36 വയസ്സ് വരെ പരീക്ഷ എഴുതാം. ഇതുവരെയും നിങ്ങൾ ശ്രമിക്കണം. ശരിയല്ലേ? നമുക്കൊരു ഹയർ ഒരു പോസ്റ്റിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. അല്ലാതെ ഒരു ജോലി കിട്ടിയ ഉടനെ എല്ലാം നിർത്തി വെച്ചിട്ട് സ്വസ്ഥ, അത് തെറ്റാണ്. നിങ്ങൾ ഈ പഠിച്ചതെല്ലാം പോകും. വിജ്ഞാനം പിന്നീട് അതിനെ തിളക്കിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അത് ഉണ്ടാവും. അത് തിളങ്ങണം, വേണ്ടേ? വിജ്ഞാനം തിളങ്ങിയാൽ നിങ്ങളുടെ മുഖവും തിളങ്ങും. ശരിയാണോ തെറ്റാണ്? ശരിയാണ്. ഇപ്പൊ ഈയിടയ്ക്ക് കുറിച്ച് മുഖം തിളങ്ങുന്നുണ്ട്, ഇല്ലേ? ശരിയല്ലേ? ശരിയാണ്. പണ്ടിത്തിരി ദുഃഖ കഥാപാത്രമാണ് സൂരജ്. ഇപ്പൊ സൂരജ് വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരുടെയും മിങ്കിൾ ചെയ്യാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, ഇല്ലേ? ഒക്കെ അവസരങ്ങൾ കിട്ടുമ്പോൾ എല്ലാവരും ഇതിനെക്കാളും മിടുക്കരുണ്ടായിരിക്കും ചിലപ്പോൾ. ശരിയല്ലേ? എനിക്ക് കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും വലിയൊരു സയൻറ്റിസ്റ്റിനെ പിന്നീട് തിരക്കി സ്റ്റുഡൻസ് നിൽക്കുകയാണ്. സ്റ്റുഡൻസ് നിന്നപ്പോഴത്തേക്ക് ട്രെയിൻ വന്നു നിന്നപ്പോഴത്തേക്ക് കുട്ടികളെല്ലാം കൂടി ആദ്യം ഫസ്റ്റ് ക്ലാസ് കയറി നോക്കി, നമ്മളെ സയൻറ്റിസ്റ്റ് ഉണ്ടോ എന്ന്. ഫസ്റ്റ് ക്ലാസ് കാണുന്നില്ല. അപ്പോൾ അവർ വിചാരിച്ച അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ കാണും. അങ്ങനെ അടുത്ത എല്ലാ ഫസ്റ്റ് ക്ലാസ്സും നോക്കി, AC നോക്കി, ഇങ്ങും കാണുന്നില്ല. അങ്ങനെ നോക്കി ചെന്നപ്പോൾ ഈ ഇന്ത്യയിലെ പ്രശസ്തനായ ഈ സയൻറ്റിസ്റ്റ് സീറ്റ് കിട്ടാതെ 3rd ക്ലാസ്സിൽ തറയിലിരിക്കുകയായിരുന്നു. സീറ്റ് കിട്ടിയില്ല പാവത്തിന്. പ്രശസ്തനായ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഈ പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഭയങ്കര വിഷമമായി പോയി. അങ്ങ് ഈ തറയിലിരുന്ന് യാത്ര ചെയ്യണ 3rd ക്ലാസ്സിൽ എത്രമാത്രം തിരക്കുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ശാസ്ത്രജ്ഞൻ ശരിയാണ്, പക്ഷേ എന്നെക്കാളും മഹാനായ ഒരു ശാസ്ത്രജ്ഞൻ ഇതിനെവിടെയോ ടോയ്ലറ്റിലിരിപ്പുണ്ട് സ്ഥലം കിട്ടാതെ എന്ന് പറഞ്ഞു. ഇത് ഒരു സത്യമാണ്. ഇതേപോലെ തന്നെയാണ് ഹോച്ചിമിൻ ഒരിക്കൽ ഇന്ത്യ സന്ദർശിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഇരിക്കാനായിട്ട് ഏറ്റവും മെച്ചപ്പെട്ട കസേര കൊണ്ടുവന്നു സ്റ്റേജിൽ. കാരണം എന്ന് വെച്ചാൽ ഹോച്ചിമിൻ ആരാണ്? വിയറ്റ്നാമിൽ അമേരിക്കയോട് പോരാടിയ വ്യക്തിയാണ്. മാത്രം ലോക പ്രശസ്തനാണ് ഹോച്ചിമിൻ. അപ്പോൾ ഹോച്ചിമിൻ വരിക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഈ ചെഗ്വേരെന്ന് കേൾക്കുമ്പോഴത്തേനും ഒരു ആവേശമാണ് ഹോച്ചിമിന്. പക്ഷേ ഹോച്ചിമിൻ ആ കസേര കൊണ്ടുവന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും സാധാ കസേര ഇട്ട് ഹോച്ചിമിൻ ഏറ്റവും വലിയ കസേര ഇട്ടു. മറ്റേ മുഗൾ ചക്രവർത്തിമാരൊക്കെ ഇരിക്കണം അതേ കസേര. ഹോച്ചിമിൻ പറഞ്ഞു, ഈ കസേരയിൽ ഞാൻ ഇരിക്കില്ല. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഈ കസേരയിൽ ഞാൻ ഇരുന്നാൽ
നാളെയും ഈ കസേരയിൽ ഇരിക്കണമെന്ന് ഞാൻ മോഹിക്കും, അത് പാടില്ല എന്ന് പറഞ്ഞു. ഇത് എല്ലാവർക്കും ബാധകമാണ്. ശരിയല്ല? യഥാർത്ഥത്തിൽ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ബാധകമാണ്. ഒരു അടിമയായിരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, അതേപോലെ തന്നെ യജമാനനായിരിക്കാനും എനിക്ക് ആഗ്രഹമില്ല. എബ്രഹാം ലിങ്കൻ പറഞ്ഞതും ഈ അവസരത്തിൽ നമ്മൾ സ്മരിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കണ്ടേ? ശരി, ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഫിഷറീസും പറഞ്ഞു, രാജീവ് രഞ്ജൻ സിംഗ് പഞ്ചായത്ത് രാജ്യം പറഞ്ഞു. ഇനി ഉണ്ടായിരുന്നതാണ് ന്യൂനപക്ഷം. ന്യൂനപക്ഷം കൈകാര്യം ചെയ്യുന്ന വ്യക്തി കിരൺ റിജിജു ആണ് ന്യൂനപക്ഷം കൈകാര്യം ചെയ്യുന്ന മന്ത്രി. കിരൺ റിജിജു. ഇനി നമ്മൾ നോക്കേണ്ടത് മറ്റ് മന്ത്രിമാരെയാണ്. മറ്റ് മന്ത്രിമാരെ കൂടെ നോക്കണം. നമുക്കൊരു കാര്യം ചെയ്യാനുള്ളത്, ഈ മൊത്തം മന്ത്രിമാരെ എന്തായാലും നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. എന്നാലും ആ ക്യാബിനറ്റ് റാങ്കിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിന് നമ്മളൊരു തന്ത്രം പ്രയോഗിക്കണം. ഈ ഒരു ദിവസം എല്ലാ മന്ത്രിമാരെയും പഠിച്ചാൽ ആരും പഠിക്കും ഇല്ല. തീർച്ചയായിട്ടും നിങ്ങൾ പറയും, മൊണോട്ടണസ് ആയി നിങ്ങൾ ഇറങ്ങിപ്പോക്കളയും. അതുകൊണ്ട് അവരറിയാതെ നമ്മൾ ഒരു 7-8 മന്ത്രിമാരെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് പഠിച്ചു പോകും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ചില മന്ത്രിമാരെ ഒന്ന് പറയാം. ഐശ്വര്യ ഇങ്ങോട്ട് ചോദിച്ചാലും മതി, അയാൾ പറയും. സൂരജ് പറയും. കേന്ദ്ര ധനകാര്യമന്ത്രി എല്ലാവർക്കും അറിയാം, നിർമ്മല സീതാരാമൻ. എന്നാൽ ചോദിക്കുന്നത് അതായിരിക്കില്ല, കോർപ്പറേറ്റ് കാര്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? കോർപ്പറേറ്റ് കാര്യം കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമനാണ്. വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഒറ്റ ഓഫീസിൽ പറയുന്ന പേരാണ് കോർപ്പറേറ്റ് ഓഫീസ്. മനസ്സിലായത്? ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? ഒരു ഉദാഹരണത്തിന് ഇവിടുത്തെ SNDPക്കും NSSനും ഒക്കെ ധാരാളം കോളേജുകളും സ്കൂളുകളും എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ഓഫീസ് ഉണ്ടാവും. അത് അവരുടെ കോർപ്പറേറ്റ് ഓഫീസാണ്. മനസ്സിലായില്ല? അപ്പോൾ സ്ഥാപനങ്ങളിലെല്ലാം കൂടെ ചേർന്നിട്ടുണ്ട്. അതാనికి ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് കോർപ്പറേറ്റ് ഓഫീസ്. ശരിയല്ലേ? ശരി, പറയും. എന്നോട് സൂരജ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. നിർമ്മല സീതാരാമൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നെന്ന് എല്ലാവർക്കും അറിയാം. മനസ്സിലായല്ലോ? എന്നാൽ ഇന്ത്യയിലെ കോർപ്പറേറ്റ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരെന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നല്ലേ പറഞ്ഞത്? ആരാണ്? നിർമ്മല സീതാരാമൻ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ലീഡർ ആരാണ്? നിർമ്മല സീതാരാമൻ. ശരി, പറയും. അടുത്ത രണ്ടാമത്തെ മന്ത്രി. കേന്ദ്ര സഹകരണ മന്ത്രി ആരാണ്? കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി ചോദിച്ചാലും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ചോദിച്ചാലും അമിത്ഷായാണ്. എല്ലാവർക്കും ആഭ്യന്തരം അറിയാം, പക്ഷെ സഹകരണമാണ് ഓർത്ത് വയ്ക്കേണ്ടത്. കേന്ദ്ര ആഭ്യന്തരം അല്ലെങ്കിൽ സഹകരണ വകുപ്പ് ചോദിച്ചാൽ അമിത്ഷായാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രിയും അമിത്ഷായാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി JP നദ്ദ. അദ്ദേഹമാണ് രാജ്യസഭയിലെ ലീഡർ. ഭരണകക്ഷിയുടെ ലീഡറിനെയാണ് രാജ്യസഭയുടെ ലീഡർ എന്ന് പറയുക. അത് JP നദ്ദയാണ്. 106 ഭരണഘടനാ ഭേദഗതി അവതരിപ്പിച്ചതാരാണ്? അർജുൻ റാം മേഘ്വാളാണ് 106 ഭരണഘടനാ ഭേദഗതി അവതരിപ്പിച്ചത്. ബിൽ നമ്പർ എത്രയാണ്? ബിൽ നമ്പർ 128 ആണ്. അപ്പോൾ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി ആരാണ്? അർജുൻ റാം മേഘ്വാളാണ് കേന്ദ്ര മേഘ്വാൾ അല്ലേ? അദ്ദേഹം സഹമന്ത്രിയാണ്, സ്വതന്ത്ര ചുമതല. അടുത്ത ജലഗതാഗതം തുറമുഖം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സർബാനന്ദ സോനോവാൾ. അദ്ദേഹം ഈ വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനത്തിൽ വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനത്തിന് സർബാനന്ദ സോനോവാൾ വന്നിരുന്നു. ഈ സർബാനന്ദ സോനോവാൾ നേരത്തെ വഹിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്നു. ആസാമിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. ആസാമിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. പാലാ ഡൈനാസ്റ്റി പശ്ചിമ ബംഗാളിലാണെങ്കിൽ അഹോം ഡൈനാസ്റ്റി എവിടെയായിരുന്നു? കാമരൂപ ആസാമിലാണ്. ശരി, അടുത്ത മന്ത്രി. ഈ എനിക്ക് പറയാനുള്ള ഈ നിതിൻ ഗഡ്കരി നമ്മളെ കേരളത്തിനോട് കുറച്ച് മമതയുള്ള ഒരാളാണ്. മനസ്സിലായില്ലേ? ഈ മന്ത്രിമാര് നമുക്ക് സഹായിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഇവിടെ നിന്ന് ജയിച്ചിട്ടുള്ള MP-മാരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കേന്ദ്ര ഫണ്ട് കൊണ്ടുവരാനൊരു ശ്രമം നടത്തണം. അല്ല, കേന്ദ്ര ഫണ്ട് കിട്ടാത്തതിനല്ല സമരം ചെയ്യാനുള്ളത്, കേന്ദ്ര ഫണ്ട് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ MP-മാരെല്ലാം കൂടെ ഒരുമിച്ച് ശ്രമിക്കണം. അല്ലേ? എന്നാലേ നമുക്ക് കേരളത്തിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇന്ത്യയിലെ ഒരു മാതൃകാ സ്റ്റേറ്റാണ് ഇന്ത്യ. അതിനെ ഒന്ന് ശക്തിപ്പെടുത്തണം. ശക്തിപ്പെട്ടുപോയാലുള്ള കുഴപ്പം എന്താണെന്ന് അറിയാമോ? എല്ലാ സ്റ്റേറ്റുകളും പറയും ഞങ്ങൾക്ക് കേരളത്തെ പോലെ ആകും. അങ്ങനെ കേരളത്തെ പോലെ ആക്കാൻ പറ്റിയില്ല. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. ശരി, 16ാം ധനകാര്യ കമ്മീഷൻ ഇപ്പോൾ വന്നിരുന്നു, ഓർമ്മയിട്ടാ? ഈ കോവളത്ത് ചർച്ച നടത്തി. ആരായിരുന്നു 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ? അധ്യക്ഷൻ. നമ്മുടെ കുറെ നല്ല നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പുരോഗതി പ്രാപിച്ചതുകൊണ്ട് പൈസ കുറയ്ക്കുന്നു. അതിന്റെ നട്ഷൻ പുരോഗതി പ്രാപിച്ചതുകൊണ്ട് പൈസ കുറയ്ക്കരുത്. ശരിയല്ലേ? ബാക്കി നിതിൻ ഗഡ്കരി എന്ത് മന്ത്രിയാണ്? റോഡ് ഗതാഗതം. അദ്ദേഹം നമ്മുടെ ഹൈവേ വികസനത്തിന് നല്ല സഹായങ്ങൾ ചെയ്തു. നിതിൻ ഗഡ്കരി അത് നമുക്ക് അംഗീകരിച്ചു കൊടുത്തേ ഒക്കുള്ളൂ.
ശരി, അടുത്തത് ജലഗതാഗതം പറഞ്ഞപ്പോ ഇവിടെ ഈ ഇടയ്ക്ക് PSC ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പോർട്ടുമായി ബന്ധപ്പെട്ട അംബാസിഡർ മനു ഭാക്കറിനെ അംബാസഡറായിട്ട് നിയമിച്ച മന്ത്രാലയം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയമാണ്. ഈ മനു ഭാക്കർ ആരാണ്? ഒളിമ്പിക് മെഡൽ നേടിയത് ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യം മെഡൽ നേടി. എന്ത് മെഡലാണ് നേടിയത്? വെങ്കല മെഡലാണ് നേടിയത്. എന്തിനാണ് നേടിയത്? ഷൂട്ടിങ്ങിനാണ് നേടിയത്. എത്ര മീറ്ററാണ്? 10 മീറ്റർ ഷൂട്ടിങ്ങിനാണ് മെഡൽ നേടിയത് മനു ഭാക്കർ. അത് 2 മെഡൽ ഈ ഒളിമ്പിക്സിൽ നേടി. മൊത്തം എത്ര മെഡലാണ് നേടിയത്? 6 മെഡൽ അല്ലേ? ശരി, നമുക്ക് അടുത്തത് വിദേശകാര്യമന്ത്രി ആരാണ്? വിദേശകാര്യം കൈകാര്യം ചെയ്യുന്നത് എസ് ജയശങ്കർ. അത് ചുമ്മാ ഒന്ന് പറയുന്നതാണ്. എനിക്ക് മനസ്സിലായി. നിങ്ങളിത് ഇവരെ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. വിദേശകാര്യം രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി ആരാ? രാജ്നാഥ് സിംഗ്. രാജ്നാഥ് സിംഗ്. പ്രതിരോധമെന്നോ രാജ്യരക്ഷാ മന്ത്രി എന്നോ ഡിഫൻസ് മിനിസ്റ്റർ എന്നോ ചോദിച്ചാൽ അത് രാജ്നാഥ് സിംഗ് ആണ്. അപ്പൊ പ്രധാനപ്പെട്ട മന്ത്രിമാരെയൊക്കെ നിങ്ങളൊന്ന് ടച്ച് ചെയ്തു അല്ലേ? ശരി, നമുക്കിനി ബാക്കി ഭാഗത്തേക്ക് പോയാലും എന്താ പറയും? എന്തൊക്കെയാണ് നമുക്ക് പറയേണ്ടത്, സംസാരിക്കേണ്ടത്? അപ്പോൾ നമ്മൾ മന്ത്രിമാരെ കുറിച്ച് നോക്കി. ഇനി നമ്മൾ നോക്കേണ്ടത് പുതുതായിട്ട് വന്ന അപ്പോയിന്റ്മെന്റുകൾ. RBIയുടെയും പുതിയ നിയമനങ്ങൾ അല്ലേ? അതെ, ശരി. RBIയുടെ അപ്പോയിന്റ്മെന്റ്. ഞാൻ പണ്ട് പഠിക്കുമ്പോഴത്തേക്ക് ഹൂ ഈസ് ഹൂ എന്ന് പറഞ്ഞൊരു ചോദ്യോത്തര പരിപാടി നടത്തുമായിരുന്നു. ആര് എന്ന്. ശരി, വ്യക്തികൾ, പദവികൾ. അപ്പൊ അത് നമുക്ക് RBI എന്തോ. RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര. ഈ സഞ്ജയ് മൽഹോത്രയ്ക്ക് മുമ്പുണ്ടായിരുന്ന RBI ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. 6 വർഷമാണ്. ശക്തികാന്ത ദാസിന് തൊട്ടു മുമ്പുള്ളത് ആരായിരുന്നു? ഊർജിത് പട്ടേൽ. നോട്ട് നിരോധിച്ചത് ആരാണ്? ഊർജിത് പട്ടേൽ. ഏതൊക്കെ നോട്ടുകളാണ് നിരോധിച്ചത്? പിൻവലിക്കുകയാണ്. ഏതൊക്കെ? 500ന്റെയും 1000ന്റെ നോട്ടുകളാണ്. എന്താണത് പിൻവലിച്ചത്? അത് ബ്ലാക്ക് മണി സോഴ്സുകൾ. ഡേറ്റ് 2016 നവംബർ 8 അല്ലെ? ഊർജിത് പട്ടേൽ, അത് കഴിഞ്ഞിട്ട് ശക്തികാന്ത ദാസ്, അത് കഴിഞ്ഞിട്ട് സഞ്ജയ് മൽഹോത്ര. ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് എത്രയാണ്? 6.5% റിപ്പോ. ഈ ക്രെഡിറ്റ് പോളിസി നിശ്ചയിക്കുന്ന ആരാണ്? RBI ആണ്. അപ്പൊ ഒരാളെ നമ്മൾ പറഞ്ഞു, സഞ്ജയ് മൽഹോത്ര 26ാമത്തെ വ്യക്തിയാണ്. 26ാമത്തെ വ്യക്തി. RBI ഗവർണർ ആകുന്ന 26ാമത്തെ വ്യക്തി. ശരി, അടുത്തത് നമുക്ക് സുപ്രീം കോടതിയിലേക്ക് കിടക്കാം. ഐശ്വര്യ, സുപ്രീം കോടതി രൂപീകരിച്ചത് 1950 ജനുവരി 26-നാണ് സുപ്രീം കോടതി രൂപീകരിച്ചത്. പിന്നെ നമുക്ക് ഐശ്വര്യയുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു പോകും, തെറ്റിക്കാം. അപ്പം മറ്റുള്ളവർ മനസ്സിലാക്കും. സുപ്രീം കോടതി ഈ ഇടയ്ക്ക് അതിൻ്റെ ചിഹ്നത്തിനൊരു മാറ്റം വരുത്തി. പഴയ ചിഹ്നവും പുതിയ ചിഹ്നവും കൂടെ പറയും, അങ്ങോട്ട് നോക്കിയിട്ട്. സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന പഴയ ചിഹ്നം എന്ന് പറയുന്നത്, അതായത് കണ്ണടച്ചിരുന്ന നീതി ദേവതയായിരുന്നു. കണ്ണ് മൂടിക്കെട്ടിയിരുന്ന നീതി ദേവത. ഇപ്പൊ നിലവിൽ നീതി ദേവതയുടെ കണ്ണ് തുറന്നു. വേറെ വലത്തെ കയ്യില് ആദ്യം ഉണ്ടായിരുന്നത്, ആദ്യം ഇപ്പോഴും ഒന്നിയല്ലേ, ത്രാസ് തന്നെയാണ്. ആദ്യം ഇപ്പോഴും എന്താണ്? ത്രാസ്. ഇടത്തെ കയ്യിലാണ് വാളുണ്ടായിരുന്നത്, പകരം ഭരണഘടന. ഇപ്പൊ എല്ലാവരും ഒരു ഫാഷനാണ്. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഒരു കൊച്ചിടെ ഇതാണ് ഭരണഘടന. അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു ഭരണഘടന പോക്കറ്റ് ഇട്ടേക്ക്, ഇങ്ങനെ എടുത്ത് ഇത് ഭരണഘടന, കണ്ടക്ടർ ടിക്കറ്റ് വരുന്നു ഭരണഘടന. മനസ്സിലായി? അതൊരു ഇത് സോഷ്യലിസം എന്ന് പറയുന്നൊരു വാക്ക് എല്ലാവരും കൂടെ ഉപയോഗിച്ച് അതിൻ്റെ ഷേപ്പ് പോയെന്ന് പറഞ്ഞതുപോലെ ഈ ഭരണഘടന അങ്ങനെയായി മാറിപ്പോയത്. നമ്മളതിനെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യണം. കാരണം അതിൻ്റെ ബലത്തിലാണ് നമ്മൾ ജീവിക്കുന്നതല്ലേ. ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ശക്തിയുള്ളവരുടെ കൂടെ നമ്മളെ തകർത്ത് കളഞ്ഞില്ല, ശരിയല്ലേ? ആ ഭരണഘടനയുടെ ഒറ്റ ബലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ഭരണഘടനയെ ദയവ് ചെയ്ത് ആരും ആക്ഷേപിക്കരുത്. ശരി, അടുത്തത് ഈ പറഞ്ഞ ഒന്നുകൂടെ അത് പറയാം. ചിഹ്നം നമ്മൾ പറഞ്ഞത് സുപ്രീം കോടതിയിൽ നീതി ദേവതയുടെ പഴയ രൂപവും പുതിയ രൂപവും. അതെ, സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന നീതി ദേവതയുടെ പഴയ രൂപവും പുതിയ രൂപമാണ്. പഴയ രൂപത്തില് നീതി ദേവതയുടെ കണ്ണ് മൂടി കെട്ടിയിരുന്നു, എന്നാൽ പുതിയ രൂപത്തില് നീതി ദേവതയുടെ കണ്ണ് തുറന്നു. അതുപോലെ തന്നെ വലത്തെ കയ്യിലെന്ന് പറയുന്നത് ത്രാസ് ആയിരുന്നു, അതായത് നിയമം അപ്പൊ വലത്തെ കയ്യിൽ ത്രാസ് അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇടത്തെ കയ്യിലും പണ്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? വാളായിരുന്നു. എന്നാൽ നിലവിൽ ആ വാള് മാറ്റിയിട്ട് ഇടത്തെ കയ്യിൽ ഭരണഘടനയാണ് ഉള്ളത്. നേരത്തെ അധികാരത്തിന്റെ ചിഹ്നമായിരുന്നു തോന്നുന്നു വാള്. അധികാരത്തിന്റെ ചിഹ്നമാണ് വാള്. പണ്ട് ഈ റോക്കറ്റും AK-47 ഒന്നും ഇല്ലല്ലോ, വാളായിരുന്നു. വേലിത്തം ദളവയുടെ വാളിന് എത്ര കിലോമീറ്റർ? 5 കിലോ. ഇപ്പൊ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? നമ്മുടെ നേപ്പിയർ മ്യൂസിയത്തിലാണ്. 5 കിലോ. നമ്മൾ പോകുമ്പോഴത്തേക്ക് കാണും, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേലിത്തം ദളവ ഉപയോഗിച്ച വാൾ. അത് കാണാൻ ഒരുപാട് ആളുകൾ അവിടെ കൂടുകയാണ്, ശരിയല്ലേ? ശരി, അപ്പോൾ നമുക്ക് സുപ്രീം കോടതിയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. സുപ്രീം കോടതി രൂപീകരിച്ച് പറഞ്ഞു അല്ലേ? ശരി, സുപ്രീം കോടതിയിൽ എത്ര ജഡ്ജിമാരാണ്? ആകെ 34 ജഡ്ജിമാരാണ് സുപ്രീം
കോടതിയിലുള്ളത്. 33+1 +1 ചീഫ് ജസ്റ്റിസ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്ന. സഞ്ജീവ് ഖന്ന. സൂരജ്, ഈ സഞ്ജീവ് എന്ന് തുടങ്ങുന്ന ഒരു പേര് അല്ലെങ്കിൽ സായി തുടങ്ങുന്ന കുറെ പേരുകൾ ഇപ്പൊ മാറിയിട്ടുണ്ട്. അതെല്ലാം കൂടെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കൊടുക്കാം. സുപ്രീം കോടതിയിലെ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. അതേപോലെ SANJIV സഞ്ജീവ് ഖന്ന 51ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഇനി നമ്മൾ ഇപ്പൊ തന്നെ കണ്ടതാണ് സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്ന RBIയുടെ നിലവിലെ ഗവർണറാണ്. സഞ്ജീവ്, രണ്ടാമത്തെ ആള് സഞ്ജയ്. മൂന്നാമത്തെ ആള് ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അത് സഞ്ജയ് മൂർത്തിയാണ്. സഞ്ജയ് മൂർത്തിയുടെ മുൻഗാമിയാണ് ഗിരീഷ് ചന്ദ്ര മുർമു. മൂർത്തിയും വെച്ച് പിടിക്കാം. മൂർത്തി. അതെ. ഈ CAGയുടെ ആർട്ടിക്കിൾ ഏതാണ്? 148. അത് എന്റെ സുഹൃത്തുക്കൾ ഓർമ്മിച്ച് വെച്ചോളൂ. ഇന്ത്യയുടെ 15ാമത്തെ CAG ആണ് സഞ്ജയ് മൂർത്തി. അതേസമയം 14 ഗിരീഷ് ചന്ദ്ര മുർമു. സഞ്ജയ് ജയ്സ്വാളും കൂടെ പറയാം. സഞ്ജയ് ജയ്സ്വാൾ ആണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. പാർലമെന്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. ആ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ നിലവിലെ അധ്യക്ഷനാണ് സഞ്ജയ് ജയ്സ്വാൾ. 30 അംഗങ്ങളുള്ളതാണ് ഇത് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. ആ 30 അംഗങ്ങളും അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെയല്ല. അത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് പാർലമെന്റിന് 2 തരം കമ്മിറ്റികളുണ്ട്. ഒന്ന് ഫൈനാൻസ് കമ്മിറ്റിയും 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഈ ഫൈനാൻസ് കമ്മിറ്റിയിൽ പെടുന്ന ഏതൊക്കെയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്താൽ അത് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാവും. പറയാം. അപ്പോൾ പാർലമെന്റിന്റെ ഫൈനാൻസ് കമ്മിറ്റിയിലുള്ള 3 എണ്ണമാണുള്ളത്. 3 ഫൈനാൻസ് കമ്മിറ്റികളുള്ളത്. ഒന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, രണ്ടാമത്തത് പബ്ലിക് അണ്ടർടേക്കിംഗ്സ് കമ്മിറ്റി, മൂന്നാമത്തത് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. അപ്പോൾ നമുക്ക് അതിൽ ആദ്യം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി നോക്കാം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ ആകെ ഉള്ളത് 22 അംഗങ്ങളാണ്. അതിന്റെ പാർലമെന്റ് മെമ്പർമാരായിരിക്കും. 15 അംഗങ്ങൾ ലോകസഭയിൽ നിന്നും 7 അംഗങ്ങൾ രാജ്യസഭയിൽ നിന്നുമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലുള്ളത്. അപ്പോൾ 22 പേരോട് ചേരുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അതെ. നിയമിക്കുന്നത് സ്പീക്കറാണ്. അതിലെ ചെയർപേഴ്സന്റെ അല്ലെങ്കിൽ കാലാവധി എന്ന് പറഞ്ഞാൽ 1 വർഷത്തേക്കാണ് കമ്മിറ്റി നിലനിൽപ്പ്. നിലവിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് അല്ലെങ്കിൽ അധ്യക്ഷനാണെന്ന് പറയുന്നത് KC വേണുഗോപാൽ. ആലപ്പുഴ എന്നുള്ള MP ആണ് KC വേണുഗോപാൽ. ഇനി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രതിപക്ഷത്ത് നിന്നുള്ള ഒരു നേതാവായിരിക്കണം. പ്രതിപക്ഷത്ത് നിന്നുള്ള ഒരു വ്യക്തിയായിരിക്കണം ഇതിന്റെ അധ്യക്ഷൻ. ഇനി നമുക്ക് അടുത്ത് പബ്ലിക് അണ്ടർടേക്കിംഗ്സ് കമ്മിറ്റി നോക്കിയാലും 22 അംഗങ്ങളാണുള്ളത്. 15 പേര് ലോകസഭയിൽ നിന്നും 7 പേര് രാജ്യസഭയിൽ നിന്നും. ആരാണ് നിയമിക്കുന്നത്? സ്പീക്കർ തന്നെ. എത്ര കാലത്തേക്ക്? 1 വർഷത്തേക്ക്. നിലവിലെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? അതെപ്പോഴും ലോകസഭയിൽ നിന്നുള്ളൊരു അംഗമായിരിക്കും. ലോകസഭയിൽ നിന്നുള്ള ഒരു അംഗമായിരിക്കും അതിന്റെ അധ്യക്ഷൻ. നിലവിലെ അധ്യക്ഷനാണ് ബൈജയന്ത് പാണ്ഡ. ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കണക്കുകൾ നോക്കാൻ, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് അല്ലേ? ശരി. ഇനി എസ്റ്റിമേറ്റ് കമ്മിറ്റിയെ കുറിച്ച് പറയും. ഏറ്റവും വലിയ കമ്മിറ്റി ഏതാണ്? എസ്റ്റിമേറ്റ് കമ്മിറ്റി. അതായത് ഫൈനാൻസ് കമ്മിറ്റിയിലെ ഏറ്റവും വലിയ എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. ആ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ കോമ്പോസിഷൻ പറയും. ആകെ 30 അംഗങ്ങളാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിലുള്ളത്. ആ 30 എംപിമാരും ലോകസഭയിൽ നിന്നുള്ള എംപിമാരായിരിക്കും. നിലവിലെ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിലെ അധ്യക്ഷനാണ് സഞ്ജയ് ജയ്സ്വാൾ. ഡോക്ടർ സഞ്ജയ് ജയ്സ്വാൾ MP-യാണ്. സ്പീക്കർ തന്നെയാണ് നിയമിക്കുന്നത്. എത്ര കാലത്തേക്ക്? 1 വർഷത്തേക്ക്. 1 വർഷത്തേക്കാണ്. അപ്പോൾ 3 സാമ്പത്തിക കമ്മിറ്റികളെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചത്. ശരിയല്ലേ? ശരി. നമുക്കിനി ബാക്കി ഭാഗത്തേക്ക് പോയാൽ എന്താ പറയും? അപ്പോൾ നമ്മൾ ഇതുവരെ പുതിയ അപ്പോയിന്റ്മെന്റ് ആണ് നോക്കിയത്. സഞ്ജീവ് ഖന്നയെ കുറിച്ച് പറയുമ്പോൾ 34 ജഡ്ജിമാരെ കുറിച്ചും കൂടി നമ്മൾ നോക്കി. 34 പേരിൽ ഒരാളെന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ്, ബാക്കി 33 ജഡ്ജിമാരാണ് ഉള്ളത്. ഇനി അതിലുള്ള ഒരു മലയാളി ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജി ആരാണെന്നാണ് KG ബാലകൃഷ്ണൻ. നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മലയാളി. നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ KG ബാലകൃഷ്ണനാണ്. ഈ KG ബാലകൃഷ്ണൻ 2 അഡ്ജക്റ്റീവ്സ് വിശേഷണം പറയും. ഒന്ന് രണ്ടാമത്തെ ഒരെണ്ണം ആദ്യം എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു? അദ്ദേഹം 37ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇന്ത്യയുടെ 37ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു KG ബാലകൃഷ്ണൻ. കോട്ടയത്തുള്ള ഒരു വ്യക്തിയാണ്. അതിനുശേഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി വിരമിച്ചതിന് ശേഷം അദ്ദേഹം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായി. വലിയ പൊസിഷനാണ് അല്ലേ? വലിയ പൊസിഷൻ. അപ്പോൾ ഈ ചീഫ് ജസ്റ്റിസ് ആയി ഇറങ്ങിയ ഉടൻ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി, ചെയർമാനായി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായി മാറി KG ബാലകൃഷ്ണൻ. മലയാളിയായി. ഇനി നമുക്ക് ബാക്കിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്ന് ചില കറണ്ട് അഫയേഴ്സ് കൂടെ നമുക്കൊന്ന് നോക്കാം. അത് ഏകദേശം അടുത്ത ഒരു പരീക്ഷയ്ക്ക് അത് ഉപയോഗിക്കാം.
ജോർജ് സോറസ് എന്ന് പറയുന്ന ഒരാൾ പാർലമെൻറ്റിൽ ഭയങ്കര ബഹളം നടക്കുകയാണ്. ബഹളം നടക്കുന്നതിന് പ്രതിപക്ഷം ചിലത് പറയും, ഭരണകക്ഷികൾ പറയും. അങ്ങനെ പാർലമെൻറ്റ് അംഗങ്ങൾ പാർലമെൻറ്റ് സ്തംഭിക്കുകയാണ്. അതിൽ സ്തംഭിക്കുന്ന ഒന്നാണ് ജോർജ് സോറസിനെ കുറിച്ചുള്ള വിവരങ്ങൾ. ഇന്ത്യയിലെ ഗാന്ധി, മഹാത്മാഗാന്ധിയാണ് നമുക്കറിയാമെന്നുള്ളത്. ഇപ്പോൾ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, അങ്ങനെ ഗാന്ധി കുടുംബത്തെക്കുറിച്ച് ചില ആക്ഷേപങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഗാന്ധി കുടുംബത്തെക്കുറിച്ച് എന്നാണ് മഹാത്മാഗാന്ധി കുടുംബത്തെക്കുറിച്ച് എങ്ങും ഒരു ആക്ഷേപവും ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇത് നെഹ്റുവിൻ്റെ പൈതൃകം അവകാശപ്പെടുന്ന ഗാന്ധിയായിട്ട് ഇപ്പം ഉള്ള ആളുകളെ കുറിച്ചാണ് ഈ പ്രശ്നങ്ങൾ പറയുന്നത്. എന്താണ് ഈ ജോർജ് സോറസിൻ്റെ പ്രശ്നങ്ങൾ? അത് സത്യാവസ്ഥ നമുക്കറിഞ്ഞുകൂടാ, നമുക്കത് അറിയാൻ നമ്മൾ അതിനുള്ള ത്രാണിയൊന്നും നമുക്കില്ല. അമേരിക്കയിലൊക്കെ നടക്കുന്ന പ്രശ്നമാണ്. ഈ സൂരജ് പറയാനുള്ളത്, ഈ ജോർജ് സോറസ് ആരാണ്? അയാൾ എവിടെ ജനിച്ചു, ഇപ്പോൾ എവിടെ ജീവിക്കുന്നു, ഇപ്പോൾ ഉദ്ദേശം എത്ര വയസ്സുണ്ട്, അയാൾ എന്താണ് അയാൾ ചെയ്യുന്നത്, അയാൾ ഈ ആക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ളത് എന്താണെന്ന് പറഞ്ഞ് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ശരിയല്ലേ? പാർലമെൻറ്റിൽ ഡെയിലി ബഹളമാണ് സോറസിൻ്റെ പ്രശ്നവും പറഞ്ഞിട്ട്. സോറസ് പണ്ട് ബോഫോഴ്സ് പ്രശ്നം ഉണ്ടായിരുന്നു, അതേപോലെ ഉള്ളതാണ് സോറസ്. പറയാമോ സോറസ്? പറയും. ജോർജ് സോറസ് ഒരു ഹംഗേറിയൻ അമേരിക്കൻ ബിസിനസ്മാനാണ്. ആണ് ജോർജ് സോറസ്. അപ്പോൾ ഹംഗറിയിലെ ഒരു പ്രദേശമാണ് ബുഡാപെസ്റ്റ്. അമേരിക്കൻ പൗരത്വം നേടിയ ബിസിനസ്സുകാരനായ ഏകദേശം 90 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ജോർജ് സോറസ്. ഇയാൾ കോടാനുകോടി രൂപയുണ്ട്. ആ രൂപ അയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അയാൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്താനായിട്ട് ലോകത്തേക്ക് ഒഴുക്കും. അങ്ങനെ ഇപ്പോൾ ഉള്ള ആക്ഷേപം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ആരൊക്കെ ഈ പണമൊക്കെ ഇവരിന്ന് സംഘടിപ്പിച്ച് ഗവൺമെന്റിനെതിരായി പ്രവർത്തിച്ചു, ഗവൺമെന്റിനെ മറിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് കേസ്. സത്യാവസ്ഥ നമുക്കറിയില്ല, അതിനി ചരിത്രം തെളിയിക്കേണ്ടതാണ്. ശരിയല്ലേ? ശരി, ബാക്കി ഇവിടെ പറയും. ഇപ്പൊ ജോർജ് സോറസ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സുകാരനാണെന്നാണ് നമ്മൾ ഇന്ന് ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ്. ജോർജ് സോറസ് അദ്ദേഹം ഇന്ത്യയെ പിന്നീട് ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ത്യയെ ദുർബലപ്പെടുത്താനായി അദ്ദേഹത്തിന്റെ പണം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കേസ്. ഇത് ആരോപണമാണ്. ശരിയാണല്ലോ? വെറും ആരോപണമാണ്. പാർലമെന്റ് പറയുന്നതാണ്, നമുക്ക് പറയാൻ പറ്റില്ല. പാർലമെന്റിൽ എന്തുകൊണ്ട് പറയാമല്ലോ. ശരി, പറയും. 2, അദ്ദേഹത്തെയാണ് ദ മാൻ ഹു ബ്രോക്ക് ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ ബാങ്കിനെ തകർത്തവനാണ്. ദ മാൻ ഹു ബ്രോക്ക് ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്നാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്ന വിശേഷം. ഒന്നുകൂടെ പറയും. ദ മാൻ ഹു ബ്രോക്ക് ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്നാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ഇംഗ്ലണ്ടിന്റെ ബാങ്കിനെ തകർത്തവൻ, തകർത്തവൻ. ശരി, അടുത്തത് ജോർജ് സോറസ്. അടുത്ത ഒരു കറണ്ട് അഫയേഴ്സിലേക്ക് നമുക്ക് പോകാം. അടുത്ത കറണ്ട് അഫയേഴ്സ് എന്താണ് നമുക്ക് പറയേണ്ടത്? ലേറ്റസ്റ്റ് ഇപ്പോൾ ഈ പത്രത്തിൽ വന്നിട്ടുള്ളത് ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത്. ശരി, നോക്കൂ. പഞ്ചായത്തുകൾ, ഞാൻ ഐശ്വര്യയുടെ അടുത്ത് ചോദിക്കും ഒരു കറണ്ട് അഫയേഴ്സ് ചോദിക്കട്ടെ. ഐശ്വര്യ, ഈ സ്വരാജ് ട്രോഫി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് സ്വരാജ് ട്രോഫി. സ്വരാജ് ട്രോഫി 2022-23 ലഭിച്ച ജില്ലാ പഞ്ചായത്ത് ഏത്? ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം. 2022-23 ലഭിച്ച കോർപ്പറേഷൻ ഏത്? കോർപ്പറേഷനും തിരുവനന്തപുരം. 2022-23 സ്വരാജ് ട്രോഫി ലഭിച്ച മുനിസിപ്പാലിറ്റി ഏത്? മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. പഞ്ചായത്ത് ഏതാണ്? പഞ്ചായത്ത് വലിയ പറമ്പ. പിന്നീട് ബ്ലോക്ക് പഞ്ചായത്തിന് പലതിന് കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നീലേശ്വരം കാസർഗോഡാണ്. വലിയ പറമ്പ് എവിടെയാണ്? കാസർഗോഡാണ്. ശരി, നമുക്കത് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലായി. ഇനി അടുത്ത നമുക്ക് ഭാഗത്തേക്ക് കിടക്കാമല്ലോ. നമുക്കേ ഈ സ്വരാജ് ട്രോഫിയെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ദേശീയ പഞ്ചായത്ത് അവാർഡ് കിട്ടിയതിനെ കുറിച്ചൊന്ന് പറയൂ ഐശ്വര്യ. 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ഒരു പഞ്ചായത്താണ് ഇതെന്ന് പറയുന്നത് പെരുമ്പടപ്പ് എന്ന് പറയുന്നത്. പെരുമ്പടപ്പ് ഏത് ജില്ലയെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ്. ദീൻ ദയാൽ ഉപാധ്യായ പുരസ്കാരമാണ് പെരുമ്പടപ്പിന് ലഭിച്ചത്. അതുകൂടാതെ 2024 ദേശീയ പഞ്ചായത്ത് ദേശീയ പുരസ്കാരത്തിൽ കില എന്ന് പറയുന്ന സ്ഥാപനത്തിന് കൂടി അവാർഡ് കിട്ടിയിട്ടുണ്ട്. കില തൃശ്ശൂരിലാണ്. കിലയുടെ ഫുൾ ഫോം എന്താണ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കില അല്ലേ? ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നാൽ അടുത്ത കറണ്ട് അഫയേഴ്സ് ഒന്ന് പറയൂ. ചാമ്പ്യൻ ഓഫ് ദ എർത്ത് പുരസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത തീരെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ഏതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാവലിംഗ് ത്രോ, പാകിസ്ഥാനിലെ കളിക്കാരനെ കുറിച്ച് ജാവലിംഗ് ത്രോ എറിഞ്ഞതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ പരീക്ഷയ്ക്ക് ചോദിക്കുന്നു, അതേപോലെ ചോദിക്കാൻ പോണ ഒരെണ്ണമാണിത്. പറയൂ സൂരജ്, പറഞ്ഞോളൂ. ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം ഈ വർഷം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് മാധവ് ഗാഡ്ഗിലാണ്. അങ്ങോട്ട് നോക്കി പറയാം. നേടിയത് മാധവ് ഗാഡ്ഗിലാണ്. ശരി,
അപ്പോൾ ഇത് ആരാണ് കൊടുക്കുന്നത്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP ആണ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം നൽകുന്നത്. ഈ UNEP തുടങ്ങിയത് എന്നാണ്? 1972. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? UNEPയുടെ ആസ്ഥാനം കെനിയയാണ്. കെനിയ ഏത് ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡം. കെനിയയുടെ തലസ്ഥാനം ഏതാണ്? നെയ്റോബി. ഏതാണ്? നെയ്റോബി. വളരെ പ്രധാനപ്പെട്ടതാണ്. നെയ്റോബി. ശരി, അടുത്തത്. ഇനി അടുത്ത് എന്താണ് UNEP രൂപീകരിക്കാൻ കാരണമായത്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം രൂപീകരിച്ചത് 1972 പരിസ്ഥിതി സമ്മേളനം സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. സ്റ്റോക്ക്ഹോം എന്ന് പറഞ്ഞ സ്വീഡന്റെ തലസ്ഥാനമാണ് സ്റ്റോക്ക്ഹോം. ശരി. നാറ്റോയിൽ അവസാനം അംഗമായ രാജ്യം ഏതാണ്? സ്വീഡനാണ് അല്ലേ? 32ാമത്തെ രാജ്യമാണ്. അതും ഒരു പൊതു നോളജായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ കൂട്ടി വെച്ചേക്കുക. അടുത്തത്. സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് UNEP രൂപീകരിച്ചത്. ശരിയാണ്. UNEP ആണ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം നൽകുന്നത്. അത് നേടിയ ഇന്ത്യക്കാരനാണ് മാധവ് ഗാഡ്ഗിൽ. പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് അല്ലേ? പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി റിപ്പോർട്ട് സമർപ്പിച്ച വ്യക്തിയാണ്. പഠിച്ച റിപ്പോർട്ട് നൽകിയതാണ് മാധവ് ഗാഡ്ഗിൽ. ഈ പശ്ചിമഘട്ടം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം ഏതാണ്? 2012 ജൂലൈ 1. അപ്പൊ ഇനി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്താണ് ശുപാർശ ചെയ്തത്? പരിസ്ഥിതി സംരക്ഷണം. പശ്ചിമഘട്ടം തനതായി തന്നെ നിലനിർത്തണം, യാതൊരു വിധമായ നാശവും വരുത്താൻ അതിന് പാടില്ല, അതിൻ്റെ പരിസ്ഥിതി സംരക്ഷണം അവിടെ ഉണ്ടാകണം, അതല്ലേ പറഞ്ഞത്? ശരി, അടുത്തത്. പിന്നീട് ആ പരിസ്ഥിതി ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ വന്ന കമ്മീഷൻസ് ആണ് നമ്മുടെ കസ്തൂരി രംഗൻ കമ്മിറ്റി. അതായത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി വളരെ കർക്കശമായാണ് പറഞ്ഞത്, അവിടെ പരിസ്ഥിതി ദുർബല പ്രദേശമാണ്, അവിടെ ഒന്നൊരു പ്രവർത്തനവും പാടില്ല. അതിന് ലേശം വെള്ളം ചേർത്തതാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. കേരള ഗവൺമെന്റ് നിയമിച്ചതാണ് ഉമ്മൻ കമ്മിറ്റി. ശരി, അടുത്തത്. ചാമ്പ്യൻ ഓഫ് ദി എർത്ത് കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ശരിയാണ്. അപ്പോൾ ചാമ്പ്യൻ ഓഫ് ദി എർത്ത് അവാർഡ് കിട്ടിയത് ആർക്കാണ്? മാധവ് ഗാഡ്ഗിൽ ആണ് കിട്ടിയത്. ഗാഡ്ഗിൽ. അടുത്ത ക്വസ്റ്റ്യൻ. സിറിയ. ശരി, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ബംഗ്ലാദേശ് സിറിയയൊക്കെ ഒരുപോലെയാണ്. ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിരുന്ന ആളുടെ പേരെന്തോന്നാണ്? ഷെയ്ഖ് ഹസീന ഉയരം കൊണ്ട് ഇങ്ങോട്ട് ഓടി, ഇന്ത്യയിലോട്ട് ഓടി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ലോക ചരിത്രത്തിൽ ജനങ്ങളെ മറന്നിട്ടുള്ള എല്ലാ ഭരണാധികാരികളും രാജ്യം വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ കല്ലെറിഞ്ഞ് കൊന്നിട്ടുണ്ട്. അതിവിടെ മാത്രമല്ല, ലോക ചരിത്രത്തിലാണ്. ഹിറ്റ്ലർ വായ്ക്കകത്തേക്ക് വെടിവെച്ച് മരിച്ചു. മുസോളിനിയെ ജനങ്ങൾ കല്ലെറിഞ്ഞ് കൊന്നു. സദാം ഹുസൈൻ നല്ലവനായാലും മോശമായാലും അമേരിക്കക്കാരെന്ത് ചെയ്തു? തൂക്കിക്കൊന്നു. എന്തെല്ലാം സംഭവങ്ങളുണ്ടായിരുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇസഡ് ഫൂട്ട് തൂക്കിക്കൊന്നു. മുജീബ് റഹ്മാനെ 1975 ഓഗസ്റ്റ് 15 കുടുംബത്തോടെ വെടിവെച്ച് കൊന്നു. ലോക ചരിത്രം നിലയ്ക്കുന്നില്ല, ഇതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഭരണാധികാരികൾ ജനങ്ങളെ മറക്കാൻ പാടില്ല, ജനങ്ങളെ മറന്നൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. ജനങ്ങളാണ് ഏറ്റവും വലുത്. ശരിയല്ലേ യഥാർത്ഥത്തിൽ? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് സിറിയയെക്കുറിച്ചാണ്. സിറിയയുടെ ഭരണാധികാരിയും രാജ്യം വിട്ട് ഓടിപ്പോയി ഇപ്പോൾ റഷ്യയിലാണ്. അപ്പോൾ സിറിയയുടെ ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് സൂരജ് ഒരു പടത്തിൻ്റെ സഹായത്തോടുകൂടി വിവരിക്കുക. സിറിയ ഏത് ഭൂഖണ്ഡത്തിലാണ്? സിറിയ ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. സിറിയയുടെ തലസ്ഥാനം ഏതാണ്? സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസ്. തിരിച്ചിടുന്ന ഡമാസ്കസ് അല്ലേ? ശരി, സിറിയയെക്കുറിച്ചൊന്ന് പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സിറിയയിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിറിയ ഏകദേശം എവിടെ കിടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് റഫ് മാപ്പ് വരയ്ക്കുകയാണ് ഐശ്വര്യ. ശരി, അതെ, സിറിയ തലസ്ഥാനം ഡമാസ്കസ്. സിറിയ ഏഷ്യൻ രാജ്യമല്ലേ? ഏഷ്യൻ രാജ്യമാണ്. ശരിയാണ്. സിറിയയുടെ വടക്ക് കിടക്കുന്നത് ഏതാണ്? തുർക്കിയാണ്. വടക്കേ അതിൽ തുർക്കി. അതിന്റെ കിഴക്കായിട്ട് വരെ ഇറാഖ്. അതിന്റെ കിഴക്ക് ഭാഗത്ത് ഇറാഖ്, തെക്ക് ഭാഗത്തായിട്ട് ജോർദാൻ. തെക്ക് ജോർദാൻ അയൽ രാജ്യമാണല്ലേ? അതെ, അയൽ രാജ്യം. പിന്നെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഏകദേശം വരും ഇസ്രായേൽ, പലസ്തീൻ പോലുള്ള രാജ്യങ്ങൾ. അതെ, പടിഞ്ഞാറ് ഭാഗത്ത് ഇസ്രായേൽ, പലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങൾ. ശരിയാണല്ലോ? ശരി. അപ്പോൾ ഐശ്വര്യ, നമുക്കൊരു കാര്യം ചെയ്യാം. സിറിയയുടെ തലസ്ഥാനം ഏതാണ്? ഡമാസ്കസ്. തുർക്കിയുടെ തലസ്ഥാനം അങ്കാറ. തുർക്കിയുടെ പണ്ടത്തെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലേ? അതിന്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബുൾ. യൂറോപ്പിലെ രോഗി തുർക്കിയാണ്. ശരിയല്ലേ? ശരി. അടുത്ത ഏതാണ് രാജ്യം? ഇറാഖിന്റെ തലസ്ഥാനം ഏതാണ്? ബാഗ്ദാദ്. ഇറാഖ് ഏഷ്യൻ രാജ്യമാണ്. അവിടെ തന്നെ സദാം ഹുസൈൻ പണ്ട് തൂക്കി വന്നല്ലേ? സദാം ഹുസൈന്റെ ബാത്ത് പാർട്ടിയൊക്കെ പണ്ട് നമ്മൾ JK പഠിക്കുമായിരുന്നു. സദാം ഹുസൈൻ. ഇറാഖ്. പിന്നെ നമ്മൾ പഠിക്കുന്ന ജോർദാന്റെ തലസ്ഥാനമാണ് അമ്മാൻ. അവിടെ അമ്മാൻ എന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കുക. അമ്മാൻ.
ജോർദാൻ. അടുത്ത ഏതാണ്? ഇസ്രായേലിന്റെ തലസ്ഥാനമാണ് ടെൽ അവീവ്. ജെറുസലേം വേണമെന്നാണ് അവര്. അതെ, ജെറുസലേം കൂടെ വേണമെന്നാണ് പറയുന്നത്. ടെൽ അവീവ്. അടുത്ത പലസ്തീൻ. ഗാസ എന്ന് വേണമെങ്കിൽ പറയാനല്ലേ, ഗാസ എന്ന് പറയാൻ വേണമെങ്കിൽ. ശരി. ഇപ്പൊ സംഘർഷം നടക്കുന്ന രാജ്യങ്ങളാണ് ഇസ്രായേലും പലസ്തീനും. ആ ഇസ്രായേൽ പലസ്തീനിലുള്ള ഇന്ത്യയുടെ രക്ഷാ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ് അവിടെയാണ് അല്ലേ? ഓപ്പറേഷൻ അജയ് നല്ലൊരു ഇപ്പൊ ചോദിച്ചു. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ ഏഷ്യ കത്തുന്നു എന്ന രീതിയിൽ ടൈറ്റിലില് വാർത്തകൾ വന്നുണ്ട്. അതെ, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ് ഏഷ്യയിലൊക്കെ. ഏഷ്യയിൽ പലയിടത്തും പ്രശ്നമാണ്. ബംഗ്ലാദേശ് പ്രശ്നമാണ് അല്ലേ? സിറിയയിൽ പ്രശ്നമാണ്, പാലസ്തീനിൽ പ്രശ്നമാണ്. ഏഷ്യയിലാണെങ്കിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ഐശ്വര്യ പ്ലീസ് കം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്ലാസ്സാണ് നമ്മൾ എടുത്തത്. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു റിപ്പറ്റീഷൻ കൂടെ കൊടുത്താലെന്നാണ് എൻ്റെ ആഗ്രഹം. വേണോ വേണ്ടേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഈ പറയുന്നത് റിപ്പീറ്റ് ചെയ്യാതെ ഇവരെ മനസ്സിരിക്കില്ല. നിങ്ങൾ ഇനി ഫുൾ AC രാവിലെ മുതൽ രാത്രി വരെ ഇരുന്നാലും ഒരു രക്ഷ ഉണ്ടാവില്ല. ഞാൻ ഒരു അധ്യാപകനാണ്. ഞാൻ വന്ന് 2 മണിക്കൂർ പഠിപ്പിച്ചു. നിങ്ങളെല്ലാവരും കൂടെ കയ്യടി തന്നെ. പിന്നെ ഞാൻ വരുന്നത് അടുത്ത കുംഭമാസത്തിലാണ്. അപ്പോൾ ഇത് വല്ലതും അറിയാമോ? നമ്മളെ അവിടെ ഈ കുട്ടിയൊക്കെ ഇത് അറിയണത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ സമയം കിട്ടുമ്പോൾ ആവർത്തിച്ച് പറയുന്നു. അതുകൊണ്ടാണ് നമുക്കിത് മനസ്സിൽ ലൈവായിട്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഈ തിളങ്ങുക എന്നുള്ള വാക്ക് ലോകത്ത് ഉപയോഗിക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം നമുക്ക് ഉത്തരങ്ങൾ തിളങ്ങും. എല്ലാ ഉത്തരവും തിളങ്ങുന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നമുക്ക് അവ്യക്തത ഉണ്ടാവില്ല. ഈ ഉത്തരം ഇത് തന്നെ എന്നറിയാൻ പറ്റും. എന്തുകൊണ്ട്? ഈ റിപ്പറ്റീഷൻ. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, എന്താണ് സിറിയയിലെ പ്രസിഡന്റ് പേരൂടെ പറയൂ. ബാഷർ അസാദ്, നാട് വിട്ട പ്രസിഡന്റാണ് ബാഷർ അസാദ്. ഇപ്പോൾ എവിടെ ഉണ്ട് അസാദ്? ഇപ്പൊ റഷ്യയിലാണുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവ് അവിടെ എത്രയോ വർഷം പ്രസിഡന്റ് ആയിരുന്നു. ഇവരുടെ കുടുംബമാണ് ഏകദേശം 53 വർഷം അവിടെ ഭരിച്ചോണ്ടിരുന്നത്. അയ്യോ, ഇപ്പോൾ ഇന്നത്തെ വാർത്ത ഉണ്ട്. ഇന്നത്തെ പത്രത്തിൽ, ഇന്നോ ഈ ഇടയ്ക്ക് വായിച്ച പത്രത്തിലാണ് ഈ അസാദിന്റെ ഡെഡ് ബോഡി പുറത്തെടുത്തിട്ട് ഒന്നുകൂടെ കത്തിച്ചത്. അവിടെ ആളുകളുടെ വികാരമാണ് ഇനി പറഞ്ഞത്. മനസ്സിലായില്ല? അയാൾ ഏകാധിപതിയായിരുന്നു, നല്ലവനായിരുന്നു നമുക്കറിഞ്ഞൂടാ. പക്ഷെ അവിടെ സംഭവിച്ചു. ഇയാൾ മകനും റഷ്യയിലേക്ക് ഓടി. അച്ഛൻ്റെ ശവകുടീരം തോണ്ടിയെടുത്ത് പുറത്തിട്ട് തീ കത്തിച്ചു എന്നാണ് വാർത്ത. ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. ശരി, അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അതിലൊന്ന്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങൾ എത്ര, ആരൊക്കെയാണ്? പറഞ്ഞാൽ മതി. നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞാൽ മതി. ഒരാൾ അത് പറയുമ്പോൾ ഒരു സ്റ്റൈലിൽ പറയണം. സ്റ്റൈൽ പറയുമ്പോഴത്തേക്ക് ഡോക്ടറുള്ള 2 പേര്, ഇനിഷ്യലുള്ള 2 പേര്, ബാക്കിയുള്ള ആളുകളെ കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചതെന്നാണ്. അതുകൂടെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ അവിടെ, അത് റിപ്പറ്റീഷനാണ്. റിപ്പറ്റീഷൻ കിട്ടിയില്ല എന്നാരും വേണ്ട, അത് റിപ്പറ്റീഷനാണ്. പറയൂ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1947 ഓഗസ്റ്റ് 29. ശരി. 7 പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ആ 7 അംഗങ്ങളെ നമുക്കൊന്ന് നോക്കാം. ആദ്യം 2 ഡോക്ടർമാർ, ഡോക്ടറുള്ള 2 പേര്. ഒന്ന് ഡോക്ടർ BR അംബേദ്കർ, രണ്ടാമത്തെ ആള് ഡോക്ടർ KM മുൻഷി. തുടങ്ങുന്ന 2 പേര്. N ഗോപാലസ്വാമി അയ്യങ്കാർ. അടുത്ത ആള് N മാധവറാവു. ട്രിക്ക് എങ്ങനെയുണ്ട്? 2 ഡോക്ടർമാർ, തുടങ്ങുന്ന 2, ഇനിഷ്യലുള്ള 2 പേര്. ഇനി ബാക്കിയോടെ പറയും. 5-ാമത്തെ ആളാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ആറാമത്തെ ആള് സർ സയ്യിദ് മുഹമ്മദ് സാദുള്ള. ശരി. 7-ാമത്തെ ആള് TT കൃഷ്ണമാചാരി. ഈ TT കൃഷ്ണമാചാരി വന്നത് ആർക്ക് പകരമാണ്? TP കെയ്ത്താന് പകരം. കെയ്ത്താൻ എന്ത് ചെയ്തു? മരിച്ചുപോയി. അതേസമയം പിന്നെ മാധവറാവു എന്ന ആർക്ക് പകരം? മിത്തലിന് പകരം. ശരി. അങ്ങനെയാണെങ്കിൽ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പരിശോധിക്കാനായിട്ട് ഇതിൽ ഒരാളെ ഏർപ്പെടുത്തി. ആരെയാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണ് പരിശോധിച്ചത്. ശരി. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള 7 പേർക്ക് ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 2 ഡോക്ടർമാർ, ഇനിഷ്യലുള്ള 2 പേര്, ബാക്കിയുള്ള ആളുകളെ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, റിപ്പറ്റീഷനാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വെട്ടി തുറന്ന് എഴുതുക തന്നെ വേണം. ഒറ്റ റിപ്പറ്റീഷനും കൊണ്ട് ഈ ക്ലാസ് അവസാനിക്കും. അത് ശരിയാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കാനായിട്ട് 8 മേജർ കമ്മിറ്റികളും 15 മൈനർ കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. അടുത്ത് ഈ 8 മേജർ കമ്മിറ്റികൾ പഠിക്കാൻ എൻ്റെ സുഹൃത്തുക്കൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമാണ്, ശരിയല്ലേ? അവർ പല ഭാഗത്തായിട്ടിരിക്കുകയാണ്. ആ 8 മേജർ കമ്മിറ്റികളെ കുറിച്ച് ഒരു ട്രിക്ക് പറഞ്ഞു കൊടുത്തിട്ട് 8 മേജർ കമ്മിറ്റികളെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കുക.
അപ്പോൾ 8 മേജർ കമ്മിറ്റികളാണ് ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ആ 8 മേജർ കമ്മിറ്റികളും അധ്യക്ഷന്മാരുമാണ് പറയുന്നത്. അത് പഠിക്കാനുള്ള ഒരു പ്രത്യേക രീതിയാണ് പറയുന്നത്. അതിൽ നമ്മൾ ഓർക്കേണ്ടത് ആദ്യം 3+2+2+1. അപ്പൊ ഇത്രയായപ്പോ 8 എണ്ണമായി. അതിൽ 3 കമ്മിറ്റികൾ ആരായിരുന്നു? 3 കമ്മിറ്റികളുടെ അധ്യക്ഷൻ ഒരാളാണ്, അത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റുവിന് 3 കമ്മിറ്റി, അതാണ് 3. അടുത്തത് ഇനി സർദാർ വല്ലഭായ് പട്ടേലിന്റെ 2 കമ്മിറ്റി. അപ്പൊ 2 കമ്മിറ്റി, 3 × 2 5. ഇനി അടുത്ത ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ 2 കമ്മിറ്റി. അപ്പൊ 5 × 2 7. പിന്നെ BR അംബേദ്കറിന്റെ 1 കമ്മിറ്റി. ഡ്രാഫ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചത് അല്ലേ? ശരി. അങ്ങനെ 8 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ശരി. ഇനി നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന 3 കമ്മിറ്റി ആദ്യം പറയും. ആ 3 കമ്മിറ്റി തുടങ്ങുന്നത് എങ്ങനെയാണ്, എങ്ങനെ ഓർമ്മിച്ചു വെക്കാന്ന് പറഞ്ഞു കൊടുക്കും. യൂണിയനിൽ തുടങ്ങുന്ന 2 കമ്മിറ്റി നെഹ്റുവിനുണ്ട്. ഒന്ന് യൂണിയൻ പവർ കമ്മിറ്റി, 2 യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, പിന്നെ ഒന്ന് സ്റ്റേറ്റ്സ് കമ്മിറ്റി. അപ്പൊ യൂണിയനും സ്റ്റേറ്റ്സും എന്ന് ഓർത്താൽ ആരാണ്? നെഹ്റു ആണ്. യൂണിയനും സ്റ്റേറ്റും എന്ന് ഓർത്താൽ 2 യൂണിയനും 1 സ്റ്റേറ്റ്, 2 യൂണിയൻ കമ്മിറ്റിയും 1 സ്റ്റേറ്റ്. ശരി. അപ്പൊ യൂണിയൻ കമ്മിറ്റി അല്ലേ, അത് ജവഹർലാൽ നെഹ്റു. അടുത്തത് നെഹ്റുവിന്റെ 3 കമ്മിറ്റി പറഞ്ഞു. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി. ഇത് വരുന്ന 2 കമ്മിറ്റികൾ സർദാർ വല്ലഭായ് പട്ടേലിന്റെ കമ്മിറ്റികളാണ്. അതിലൊന്ന് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, പിന്നെ രണ്ടാമത് വരുന്നത് അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ്. ഈ 2 വിഷയങ്ങൾക്ക് സബ് കമ്മിറ്റി ഉണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനിയും ഇനി മൈനോറിറ്റിയുടെ സബ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? HC മുഖർജിയാണ്. HC മുഖർജി അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപാധ്യക്ഷനുമായിരുന്നു അല്ലേ? ശരി. അടുത്തത് ഇനി അടുത്ത 2 കമ്മിറ്റി ആരുടേതാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ കമ്മിറ്റിയാണ്. അതിൽ ഒന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി, 2 റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി. റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി ആരുടേതായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. അങ്ങനെ 8 കമ്മിറ്റി. പിന്നെ ലാസ്റ്റ് ഒരെണ്ണം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അധ്യക്ഷൻ BR അംബേദ്കർ. അങ്ങനെ 8 കമ്മിറ്റി. നമ്മളൊരു ചെറിയ റിപ്പറ്റീഷൻ കൂടെ നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വെട്ടി തുറന്നെഴുതണം. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫലപ്രദമാണോ എന്ന് നിങ്ങൾ എഴുതുക. ഇത് എല്ലാവരും കാണണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇത് പിന്നെ താല്പര്യമുള്ളവർ ഈ ക്ലാസ് കണ്ടിട്ട് പഠിക്കുക. നിങ്ങൾക്കൊരു ജോലി കിട്ടുമെന്നുള്ളൊരു സംശയം വേണ്ട. 2025 ഒരു ജോലി കിട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.